പെൻഷൻ കിട്ടാനുള്ള പോരാട്ടം അവസാനിപ്പിച്ച് വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തു. ചക്കിട്ടപ്പാറ കോഴിക്കോട് മുതുകാട് പഞ്ചായത്തിൽ താമസിക്കുന്ന ജോസഫ് എന്ന 77 വയസ്സുകാരൻ വികലാംഗനാണ്. വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. 77 വയസ്സുണ്ട്. ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏലിയാമ്മ മരിച്ചുപോയി. കിടപ്പ് രോഗിയായ 47 വയസ്സുള്ള മകൾ വീട്ടിലുണ്ട്. ആ മകൾക്കും പെൻഷനുണ്ട്. ഈ 2 പേരുടെയും പെൻഷൻ കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോയത്. എന്നാൽ 2 പേരുടെയും പെൻഷൻ മുടങ്ങി. 5-6 മാസമായിട്ട് പെൻഷനില്ല. പലരെയും കരുണ കൊണ്ട് അവരെ നിന്നൊക്കെ വായ്പ വാങ്ങിച്ചാണ് മുന്നോട്ട് പോയത്. ഇനി നിവൃത്തിയില്ല. ഒരു മാന്യനായ കൃഷിക്കാരനായിരുന്ന ജോസഫ് വികലാംഗനാണ്. പലരും സഹായിച്ചു, സഹായങ്ങളൊക്കെ സ്വീകരിച്ചു. പലരെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വന്നു. അങ്ങനെയും ജീവിച്ചു. ഇപ്പം കൈ നീട്ടാൻ നാണക്കേടായി സ്വയം തോന്നി. പഞ്ചായത്തിൽ സെക്രട്ടറി അറിയിച്ച് എൻ്റെ പെൻഷൻ എത്തിക്കണം. കിടപ്പ് രോഗിയെ എൻ്റെ മകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. ഈ വടിയും കുത്തിപ്പിടിച്ചാണ് പഞ്ചായത്തിലൊക്കെ ചെന്നത്. പെരുവണ്ണാമൊഴി പോലീസിലും അറിയിച്ചു. അവരും ഇദ്ദേഹത്തിനെ ഒന്ന് കൗൺസിലൊക്കെ ചെയ്ത് മടങ്ങി. പക്ഷേ പണത്തിന് പണം വേണം, മകൾക്ക് മരുന്ന് വാങ്ങണം, തനിക്ക് വീട്ടിലും മകൾക്കും ആഹാരം വേണം. യാതൊരു നിവൃത്തിയില്ലാതെ 5 പൈസ കയ്യിലില്ല. ആ സ്ഥിതിവിശേഷത്തിലെത്തി. എല്ലാ അധികാര കേന്ദ്രങ്ങളും കയറി ഇറങ്ങി നടന്നു. തനിക്കിനി വേറെ മാർഗമൊന്നുമില്ല. താനിനി പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ആത്മഹത്യ ചെയ്യും എന്ന് വളയത്ത് ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി അറിയിച്ചു. ഒരു പ്രയോജനമില്ല. 6 മാസം പിന്നെ നീണ്ടുപോയി. ജോസഫ് ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പഞ്ചായത്തിന് മുമ്പിൽ പോയില്ല. വീടിൻ്റെ മുൻവശത്ത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മകളെ, കിടപ്പ് രോഗിയായ മകളെ, അത് സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ സംരക്ഷണം അവിടെ പ്രവർത്തിക്കുന്ന അഗതികളെ സഹായിക്കുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റി. മകളെ 47 വയസ്സുള്ള കിടപ്പ് രോഗിയെ അങ്ങോട്ടേക്ക് മാറ്റി. ആത്മഹത്യക്ക് തയ്യാറെടുപ്പാണ്. ആ മാറ്റൽ കൊണ്ട് നമ്മൾ കാണുന്നതാണ്. ഏതായാലും ആ മകളെ കൊല്ലാനൊന്നും പുള്ളി ശ്രമിച്ചില്ല. അങ്ങനൊരു ചിന്ത വന്നില്ല. ഉത്തമനായ ഒരു കർഷകൻ, സത്യസന്ധനായ ഒരു കർഷകൻ. അദ്ദേഹം കിടപ്പ് രോഗിയായ മകളെ അവിടുന്ന് മാറ്റി ആ മകളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് അങ്ങോട്ടേക്ക് മാറ്റി. മരണത്തിലേക്ക് തയ്യാറെടുത്തു. പഞ്ചായത്തിലെ പല സന്ദർഭത്തിലോട്ടും അവരെ അറിയിച്ചു. ഏതായാലും പോലീസും വന്ന് ഇദ്ദേഹത്തിനെ കൗൺസിലിംഗ് കൊടുത്ത് ആത്മഹത്യയൊന്നും ചെയ്യരുത് എന്ന് നിർബന്ധിച്ചു. പക്ഷേ ആ വീടിൻ്റെ തിണ്ണയിൽ കഴിഞ്ഞ ദിവസം ജോസഫ് ആത്മഹത്യ ചെയ്തു. പോരാട്ടം അവസാനിപ്പിച്ച് പിൻവാങ്ങി. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പെൻഷൻ ലഭിക്കാതെ വളരെയധികം ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുക, ആത്മഹത്യയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. സർക്കാരിന് എത്ര പണമില്ലെങ്കിലും ശരി, ഇതുപോലെയുള്ള യാതൊരു വരുമാനമില്ലാത്ത ഹാൻഡിക്യാപ്ഡായ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവരുടെയെങ്കിലും പെൻഷൻ കൊടുക്കണം. ഇങ്ങനെ കിടക്കുന്നവരുടെ പെൻഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അതിനൊരു പൊതു ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ ഓരോ പഞ്ചായത്തിലും കണ്ടെത്തി പഞ്ചായത്തുകാരെ കൊണ്ട് കൊടുപ്പിക്കണം. എന്നിട്ട് അത് റീഇംബേഴ്സ് ചെയ്യണം ആ പണം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ. അങ്ങനെ ഈ മനുഷ്യജീവനെ രക്ഷപ്പെടുത്താനുള്ളൊരു സംവിധാനം കേരളത്തിൽ എത്രയും പെട്ടെന്ന് വേണം. വളരെ ദാരുണമായ ഒരു അന്ത്യം തന്നെയായിരുന്നു ജോസഫ്. 6 മാസം കൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഇത് പത്രങ്ങളിലും ചാനലിലൊക്കെ ഈ വാർത്ത വന്നുകൊണ്ടിരുന്നു. ഒരു മനുഷ്യസ്നേഹിയും അദ്ദേഹത്തിനെ സഹായിക്കാൻ പോയില്ല. കാരണം ധാരാളം പേര് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. അവിടേക്ക് ഈ വിവരങ്ങൾ എത്തണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കൂടെ കുറച്ച് പൈസ എല്ലാവരും കുറേശ്ശെ പൈസയെങ്കിലും നാട്ടുകാർ കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. മനുഷ്യസ്നേഹികളായ ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതുപോലെ ദാരുണമായ ഒരു അന്ത്യം ഇനി ഉണ്ടാകാതെ നമ്മൾ നോക്കണം. അതിന് ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പത്രത്തിൻ്റെ ഒരു കോണിലോ എല്ലാ പത്രങ്ങളുടെ ഓരോ കോണുകളിൽ അതുപോലെ
ഇതിനിടയ്ക്ക് തട്ടിപ്പും വെട്ടിപ്പും ഉള്ളതുകൊണ്ടാണ് പലരും അതിലേക്ക് തുനിയാതെ. പക്ഷേ പഞ്ചായത്തുകാർ തന്നെ അത് കണ്ടെത്തി അവിടുത്തെ കൗൺസിലർ അല്ലെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരെ മാസം ഒരു 1000 രൂപയെങ്കിലും എത്തിക്കാൻ ഒരു സംവിധാനം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണം, പഞ്ചായത്ത് തയ്യാറാകണം, സാമൂഹിക പ്രവർത്തകർ തയ്യാറാകണം, മനുഷ്യസ്നേഹികളും തയ്യാറാകണം എന്നാണ് ഞാൻ പറയുന്നത്. വലിയ ബാധ്യതയൊന്നും അതിൻ്റെ അകത്ത് വരാൻ പോകുന്നില്ല. ഒരു കുടുംബം ഇതുപോലെ ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ 5 or 6 കുടുംബം മാത്രമേ കാണുകയുള്ളൂ. അവർക്ക് ഒരു 10,000 രൂപ, ഒരു മാസം 2,000 രൂപ വെച്ചെങ്കിൽ 5 കുടുംബം കണ്ടെത്തുക. ഇതുപോലെയുള്ള ആത്മഹത്യയിലേക്ക് അവരെ നയിക്കാതെ, അവരെ അങ്ങോട്ട് പറഞ്ഞു വിടാതെ നമ്മൾ സംരക്ഷിക്കുക. ഒരു 5,000 10,000 രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് ഏതെങ്കിലും ഒരു ഫണ്ട് ഉണ്ടാകണം. സർക്കാർ ആ ഫണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അനുവദിക്കണം. അത് അവർക്ക് വിധവാ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് പെൻഷനുകൾ കിട്ടുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ഈടാക്കിക്കൊള്ളൂ. പക്ഷേ ഇതുപോലെ പാവങ്ങളെ രക്ഷിക്കുന്നതിന് പൊതുവായ ചെറിയൊരു ഫണ്ട് മതി. അത് ആവശ്യമാണ്. കാരണം ഈ വേദനപ്പെടുത്തുന്ന ഇതുപോലെയുള്ള കുടുംബങ്ങളെ, അവരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത സംസ്കാര സമ്പന്നരായ നമ്മുടെ ഇത്രയധികം ഫോറിൻ മണി വരുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കണം. അവിടെ നിന്നും പോകണ്ട. അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും എല്ലാവരും ആ പൈസ ഉപയോഗിച്ചിട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ട് പൊക്കൊള്ളും.